ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നീതിസൂര്യന് മുൻപ് വെളിപ്പെട്ട ഉദയനക്ഷത്രം പരിശുദ്ധ യൂഹാനോൻ മബ്ദാനായെക്കുറിച്ച് പരിശുദ്ധ പിതാക്കന്മാർ നൽകിയിരിക്കുന്ന മനോഹര വിശേഷണമാണിത്. യോഹന്നാൻ്റെ ജനനം ഈ ഞായറാഴ്ചത്തെ പ്രധാന ചിന്താവിഷയമാണല്ലോ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള വേദഭാഗമാണ് വിശുദ്ധ ഏവൻഗേലിയോൻ വായനയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. സന്ധ്യയുടെ സെദറായിൽ ഇപ്രകാരം പറയുന്നു: രക്ഷകനെ തിരിച്ചറിഞ്ഞ് രക്ഷയുടെ തിരിച്ചറിവിലേക്ക് ലോകത്തെ തിരിച്ചുവിട്ട യോഗിയും യോഗാത്മക ജ്ഞാനിയുമാണ് യോഹന്നാൻ. യേശുക്രിസ്തുവിൻ്റെ മുന്നോടി, സ്ഥാനപതി, മാനസാന്തര പ്രസംഗകൻ, പരിശുദ്ധ സഭയുടെ തോഴൻ, സത്യസന്യാസി, വിശുദ്ധ രഹസ്യങ്ങളെ തൊട്ടറിഞ്ഞ വിശുദ്ധ പുരോഹിതൻ, അത്യുന്നതൻ്റെ പ്രവാചകൻ, 2 നിയമങ്ങളുടെ മധ്യസ്ഥൻ. രാത്രി കൗമായുടെ 1-ാം സദറായിൽ പിതാക്കന്മാർ വിശേഷണങ്ങളുടെ പരിമിതിയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാനെ, നിന്റെ ഉത്കൃഷ്ട ഭംഗിയെ ഭൗതിക ഛായങ്ങളാൽ ആകൃതിപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? പൗരസ്ത്യ സഭയുടെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ രക്ഷാകര പദ്ധതിയിൽ ശ്രേഷ്ഠ സ്ഥാനം വഹിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഏറ്റവും ശ്രേഷ്ഠനായ യോഹന്നാൻ മബ്ദാന ഇന്ന് ആധ്യാത്മിക ജീവിതത്തിൻ്റെ അർത്ഥതലത്തിലേക്കും നമ്മുടെ ശുശ്രൂഷയുടെ ഗൗരവം നമ്മെ മനസ്സിലാക്കുന്നതിലേക്കും വളരെയധികം നമുക്ക് പ്രചോദനമായി തീരേണ്ട വ്യക്തിത്വമാണ്. യോഹന്നാൻ ഉത്തമ കുടുംബജീവിതത്തിൻ്റെ ഫലമാണ്. സക്കറിയ പുരോഹിതനും ഏലിശുബായും ദൈവീക നീതിയിലും ദൈവീക കൃപയിലും കുടുംബജീവിതം നയിച്ച 2 വ്യക്തികളാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ അനവധിയായിരുന്നു. ശുശ്രൂഷയുടെ മധ്യേ തൻ്റെ വാർദ്ധക്യം, ഭാര്യയായ ഏലിശുബായുടെ വന്ധ്യത്വം, നിരാശാജനകമായ ജീവിത സാഹചര്യങ്ങൾ. എന്നാൽ പ്രാർത്ഥനയിലൂടെയും ആധ്യാത്മിക നിഷ്ഠയിലൂടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ വയോധികരായ ഈ ദമ്പതികൾ അതിജീവിക്കുന്നു. അവർക്ക് പ്രാർത്ഥനയുടെ ഫലമായി, ഉത്തമ കുടുംബജീവിതത്തിൻ്റെ ഫലമായി, ദൈവത്തിൽ സമർപ്പിച്ച ശ്രേഷ്ഠമായ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഫലമായി സർവശക്തൻ നൽകിയ വലിയ ഫലമാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ സ്നാപകൻ. വർത്തമാന കാലഘട്ടത്തിൽ കുടുംബജീവിതം നയിക്കുന്നവർക്ക് മനോഹര സന്ദേശം യോഹന്നാൻ്റെ ജനനം നൽകുന്നു. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അർത്ഥതലവും ആ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും നിർണയിക്കുന്നത്, മനഃശാസ്ത്രം പറയും, ദ വെരി ടൈം ഓഫ് പ്രൊക്രിയേഷൻ, സൃഷ്ടിപ്പിൻ്റെ മനോഹര നിമിഷം. വേദപുസ്തകം പഠിപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ വസ്തുത, മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, വിശുദ്ധമായ കുടുംബജീവിതത്തിലൂടെ ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ജീവിത നിഷ്ഠയോടെയും ധാർമ്മികമായ അനുസരണത്തിലൂടെയും നയിക്കപ്പെടുന്ന കുടുംബജീവിതത്തിൻ്റെ ഫലമാണ് യോഹന്നാൻ സ്നാപകൻ. തകർന്നു പോകുന്ന തലമുറയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ആത്മാർത്ഥതയില്ലാത്ത, സ്നേഹമില്ലാത്ത, ദൈവഭക്തിയില്ലാത്ത കുടുംബജീവിതമാണ്. ദൈവഭക്തിയില്ലാത്ത കുടുംബജീവിതമാണ് ആധുനിക ലോകത്തിൽ അക്രമികളെ സൃഷ്ടിക്കുന്നതും പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന, അസമാധാനം വിതയ്ക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്നതും. എന്നാൽ യോഹന്നാനെ പോലെ യോഗാത്മക ജ്ഞാനത്തിൻ്റെ പ്രതിനിധികളെ തലമുറകളിലേക്ക് സൃഷ്ടിക്കുവാൻ ഉത്തമ കുടുംബജീവിതം പര്യാപ്തമാണ് എന്ന മനോഹര സന്ദേശം
യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ വശങ്ങളും യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവത്തോടുകൂടി സൃഷ്ടിപ്പിൻ്റെ പങ്കാളികളായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നുവെന്ന കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ അർത്ഥതലവും യോഹന്നാൻ്റെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് പൗരസ്ത്യ സഭയുടെ ആരാധന മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ സിയോൻഗിരിയുടെ സന്തോഷം, യൂദ തനയകളുടെ ആനന്ദം, ഏലിശുബായും പരിശുദ്ധ കന്യകമറിയാമും കണ്ടുമുട്ടിയ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ചിന്തയിലും ഏവൻഗേലിയോന് മുൻപുള്ള പെദ്ഗോമോ ഇതുതന്നെയാണ്. യഥാർത്ഥത്തിൽ മഹാസന്തോഷം. സിയോൻ പർവ്വതം ഉല്ലസിക്കുകയാണ്, യൂദാഗിരി സന്തോഷിക്കുന്നു, യഹൂദ തനയകൾ സന്തോഷിക്കുന്നു. കാരണം വന്ധ്യത്വം മാറിക്കിട്ടി, പിതാവിൻ്റെ നാവിൻ്റെ ബന്ധനം അഴിഞ്ഞു. അത് രണ്ടുമാണ് യഹൂദ തനയകളുടെ സന്തോഷത്തിൻ്റെ പ്രധാന കാരണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ആത്മീയ അർത്ഥതലത്തിൽ സക്കറിയാവിൻ്റെ വാർദ്ധക്യവും ഏലിശുബയുടെ വന്ധ്യത്വവും യഥാർത്ഥത്തിൽ യഹൂദ ആധ്യാത്മികതയുടെ അപജയത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ യഹൂദ ആധ്യാത്മികതയുടെ അപജയത്തിൽ നിന്നും നീതി സൂര്യന് മുൻപായി ഉദിച്ചുയർന്ന ഉദയ നക്ഷത്രം ശ്രേഷ്ഠരായ രണ്ട് ദമ്പതികളുടെ മാതാപിതാക്കളുടെ അവരുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ അവർ നിർവഹിച്ച നിഷ്ഠയുള്ള ജീവിതത്തിൻ്റെ പരിണിത ഫലമായി ലഭിക്കുന്നു. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് യോഹന്നാൻ മൂന്നാമതൊരു അർത്ഥതലം കൂടെ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ ജനനം പിതാവിൻ്റെ നാവിൻ്റെ ബന്ധനമഴിച്ചു, മാതാവിൻ്റെ വന്ധ്യത്വം മാറ്റി എന്നത് പഴയ നിയമ അർത്ഥതലത്തിൽ പ്രകാശം പകരുന്ന ചിന്തകളാണെങ്കിൽ, പുതിയ നിയമസഭയ്ക്ക് വലിയൊരു പ്രത്യാശ കൂടെ യോഹന്നാൻ്റെ ജനനത്താൽ ഉണ്ടാകുന്നു. പിതാക്കന്മാർ പറയുന്നു, പ്രഭാതത്തിൻ്റെ സെതറായിൽ ആവർത്തിച്ചു പറയുന്നു, മാമോദീസായുടെ ഉദരം നിന്നാൽ തുറക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ യോഹന്നാൻ സ്നാപകൻ വിജാതീയ പുത്രിയായ പരിശുദ്ധ സഭയെ സ്വർഗീയ മണവാളനായ മശിഹായ്ക്ക് വേണ്ടി വിശുദ്ധ കൂദാശകളാൽ അലങ്കരിച്ച സ്വർഗീയ മണവാളന്റെ തോഴനാണ്. വിജാതീയ പുത്രിയായ പരിശുദ്ധ സഭ എന്ന മണവാട്ടിയുടെ തോഴനാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, മാമോദീസായുടെ ഉദരം നിന്നാൽ തുറക്കപ്പെട്ടു. മച്ചിയായവൾ മക്കളുടെ സന്തോഷമുള്ള മാതാവായി തീരുന്ന മഹനീയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് യോഹന്നാൻ്റെ ജനനം. യോഹന്നാൻ്റെ ജനനം പരിശുദ്ധ സഭയെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ച് യോഹന്നാൻ സ്നാപകൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നു. യോഹന്നാൻ നമുക്ക് മാർഗദർശിയാണ്. രക്ഷയുടെ ശ്രേഷ്ഠമായ അറിവിലേക്ക്, ആ തിരിച്ചറിവിലേക്ക് നമ്മെ വഴി നടത്തുന്ന മാർഗദർശിയാണ്. സക്കറിയാവിൻ്റെ പഴയ നാവിൽ നിന്നും പുതിയ സ്തോത്ര ശബ്ദമുണ്ടായി എന്നാണ് ഈ ജനനത്തിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് പിതാക്കന്മാർ പ്രാർത്ഥനകളിൽ വിവരിക്കുന്നത്. സക്കറിയാവിൻ്റെ പഴയ നാവിൽ നിന്നും പുതിയ സ്തോത്ര ശബ്ദം ഉണ്ടായി. സക്കറിയാവിന് ദൂതൻ വെളിപ്പെട്ടു, നിന്റെ ഭാര്യ ഏലിശുബ നിനക്കൊരു മകനെ തരും എന്ന് സ്വർഗീയ അറിയിപ്പ് നൽകി. എന്നാൽ സക്കറിയാവ് പുരോഹിതനായിരുന്നിട്ടും വന്ധ്യകളെ ഉപദേശിക്കുന്നവനായിട്ടും സ്വന്തം വ്യക്തി ജീവിതത്തിൽ ദൈവീക ഇടപെടലിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയുവാൻ സാധിക്കാതെ അവിശ്വാസിയായി 9 മാസം നാവ് ബന്ധിക്കപ്പെട്ടവനായി സക്കറിയ പുരോഹിതൻ ഇരുന്നു. മലാഖി പ്രവാചകൻ മുതൽ പ്രവചനത്തിൻ്റെ സാധ്യതകൾ അടഞ്ഞ യഹൂദി ആധ്യാത്മികതയിൽ സക്കറിയാവിൻ്റെ മൗനം യഥാർത്ഥത്തിൽ യഹൂദന്മാർ കടയപ്പെട്ട പ്രവചനവരത്തിൻ്റെ പ്രതീകമായിട്ടാണ് പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നത്. സക്കറിയാവിൻ്റെ മൗനവും മനനവും അതാണ് ഇന്നത്തെ വേദവായനയിൽ ഏറ്റവും ശക്തമായി നിഴലിക്കുന്ന ആശയം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 61 മുതൽ 75 വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥത്തിൽ സക്കറിയാവിൻ്റെ പ്രവചനമാണ്. മലാഖിയിൽ അവസാനിച്ച പ്രവചനം ഇതാ സക്കറിയാവിൽ പുനരായി തുറക്കപ്പെടുന്നു, സക്കറിയാവിൽ സമാരംഭിക്കുന്നു. വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നത്, ലൂക്കോസ് എവൻഗേലിയോസ് പ്രതിപാദിക്കുന്നത്,
പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സക്കറിയാവ് പ്രവചിച്ചു പറഞ്ഞു. എന്താണ് സക്കറിയാവിൻ്റെ പ്രവചനം? സക്കറിയാവിൻ്റെ പാട്ടെന്നും പിതാക്കന്മാർ ഈ വേദഭാഗത്തെക്കുറിച്ച് പറയുന്നു. അതിലെ പ്രധാന ആശയം ഇസ്രായേലിൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്തുകൊണ്ടാണ് സക്കറിയാവ് ഇങ്ങനെ പറയുന്നത്? പിതാവായ അബ്രഹാമിനോട് അരുളി ചെയ്തതിന് അനുസരിച്ച് ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് രക്ഷയുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. സുറിയാനി ഭാഷയിൽ കർണോ ദ ഫുർഖോനോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെറാസ് എന്ന് എബ്രായ ഭാഷയിൽ പറയുന്ന കൊമ്പിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ അനവധിയാണ്. രക്ഷയുടെ കൊമ്പ് യഹോവയുടെ മറ്റൊരു നാമമായി പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. സങ്കീർത്തനം 132 സങ്കീർത്തനം 17 വാക്യം, 92 സങ്കീർത്തനം 9, 10 വാക്യങ്ങൾ, മീഖ പ്രവചനം 4 അധ്യായം 13 വാക്യം, ശമൂവേൽ 2 ശമൂവേൽ 22:3, അതുപോലെ തന്നെ സങ്കീർത്തനം 18 സങ്കീർത്തനം 2 വാക്യം, ഇവിടെയെല്ലാം ഈ പദം ഉപയോഗിക്കുന്നു. ഒന്നാമത് ഇത് ശക്തിയും അതുപോലെ തന്നെ അധികാരവും വിളിച്ചറിയിക്കുന്ന യഹോവയുടെ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രതീകമായി സൂചിപ്പിക്കുന്നു. എന്നാൽ പഴയ നിയമ ആരാധന പാരമ്പര്യത്തിൽ ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ, ആ ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പിൻ്റെ പ്രതീകങ്ങളാണ്. ശമൂവേൽ പ്രവാചകൻ കൊമ്പിൽ തൈലവുമായി അഭിഷേകം ചെയ്യുവാൻ ഇശായിയുടെ പുത്രനെ യെരൂശലേമിൻ്റെ 2ാമത്തെ രാജാവായി തെരഞ്ഞെടുക്കുവാൻ കയറി ചെല്ലുന്നു. അവിടെ കൊമ്പ് അഭിഷേക തൈലം വഹിക്കുന്ന പാത്രമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം, വീണ്ടെടുപ്പിൻ്റെ പ്രതീകം, രക്ഷയുടെ ശക്തമായ മാർഗം, ഇതെല്ലാം കൊമ്പെന്ന പ്രതീകത്തിലൂടെ പഴയ നിയമം പ്രതിപാദിക്കുന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാരുടെ അരുളപ്പാടനുസരിച്ച് യഹോവയാം ദൈവം, സർവശക്തനായ ദൈവം തൻ്റെ ജനത്തോട് കരുണ കാണിച്ചിരിക്കുന്നു. സക്കറിയാവ് പാടുകയാണ്, രക്ഷയുടെ കൊമ്പ് യെരൂശലേമിൻ്റെ ചരിത്രത്തിൽ ഉയർന്നിരിക്കുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, തൻ്റെ മകൻ്റെ പേര് യോഹന്നാൻ എന്ന് പറയുകയും എഴുതുകയും ചെയ്ത സക്കറിയ പുരോഹിതൻ പ്രവചിച്ചത് രക്ഷകനെ കുറിച്ചാണ്, മകനെ കുറിച്ചല്ല. 9 മാസത്തെ മൗനം അദ്ദേഹത്തിന് പുതിയൊരു മനനത്തിൻ്റെ മാർഗം തുറന്നുകൊടുത്തു. എന്താണ്? അബ്രഹാം മുതൽ ഇന്നു വരെ പിതാക്കന്മാർ ആരെക്കുറിച്ച് പറഞ്ഞോ ആ രക്ഷകനെക്കുറിച്ച് മനനം ചെയ്യുവാനും രക്ഷകനെക്കുറിച്ച് പ്രവചിക്കുവാനും സക്കറിയ പുരോഹിതന് സാധിച്ചു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, യോഹന്നാൻ്റെ ജനനത്താൽ പിതാവിൻ്റെ നാവിൻ്റെ ബന്ധനം അഴിഞ്ഞു. അതുപോലെ തന്നെ 76 വാക്യത്തിലാണ് യോഹന്നാനെ കുറിച്ച് പറയുന്നത്, നീയോ പൈതലേ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രത കരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൻ്റെ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. യഥാർത്ഥത്തിൽ സക്കറിയാവിൻ്റെ പാട്ട് രക്ഷകനെ കുറിച്ചുള്ള പാട്ടാണ്. സക്കറിയാവിൻ്റെ പ്രവചനം രക്ഷയുടെ കൊമ്പിനെ കുറിച്ചുള്ള പ്രവചനമാണ്. സക്കറിയാവ് മകനെക്കുറിച്ച് പറയുന്നത്, നീ പ്രവാചകനായിരിക്കും, സത്യത്തിൻ്റെ പ്രവാചകനായിരിക്കും, അതുപോലെ തന്നെ നീ രക്ഷകന്റെ മുന്നോടിയായിരിക്കും, രക്ഷകനെക്കുറിച്ചുള്ള പ്രസംഗകനായിരിക്കും. സഹോദരങ്ങളെ, ഇവിടെയാണ് യോഹന്നാൻ മബ്ദാനായെക്കുറിച്ചുള്ള സഭ പഠിപ്പിക്കുന്ന ശരിയായ അർത്ഥതലത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ആരാണ് യോഹന്നാൻ? മബ്ദാനായെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിലും യേശു ക്രിസ്തു തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. യോഹന്നാന്റെ ദൂതന്മാർ പോയതിനു ശേഷം യേശു ക്രിസ്തു ജനത്തോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിൽ പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല. മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? അല്ല. യേശു ക്രിസ്തു പറയുന്നു, പ്രവാചകൻ പ്രവാചകനിലും വലിയവൻ. യഥാർത്ഥത്തിൽ യഹൂദ മതത്തിൽ ആർഭാട ജീവിതം നയിക്കുന്ന പുരോഹിത വർഗത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അസ്ഥിരതയല്ല പുരോഹിതനായ സക്കറിയാവിൻ്റെ മകൻ യോഹന്നാൻ, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്, സത്യത്തിൻ്റെ പ്രസംഗകനാണ്, നീതിയുടെ പ്രവാചകനാണ്. ഇത് യേശു ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല,
മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലും ഇതേ വാചകം യേശുക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറയുന്നു. എന്നാൽ വിശുദ്ധ മാമുദീസായുടെ ഉദരം തുറന്ന കൗദാശിക രഹസ്യങ്ങൾ അത് യഥാർത്ഥത്തിൽ തൊട്ടറിഞ്ഞ വിശുദ്ധ യോഹന്നാൻ യഥാർത്ഥത്തിൽ ദൈവമക്കളായ നമുക്ക് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെക്കാൾ ഉന്നതമായ സ്ഥാനം നൽകുന്നു. നമ്മൾ മാമോദീസായുടെ മക്കളാണ്. മാമോദീസായുടെ മക്കളായ നമ്മൾ ദൈവരാജ്യത്തിൽ യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് യേശുക്രിസ്തു പറയത്തക്ക രീതിയിൽ സഭയെ, പരിശുദ്ധ സഭയുടെ കൗദാശിക രഹസ്യങ്ങളുടെ ഭണ്ഡാകാരം തുറന്ന വിശുദ്ധ പുരോഹിതനുമാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകന്റെ സ്വഭാവം, വ്യക്തിത്വം, അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കേണ്ട ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം, അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ മബ്ദാനായും യേശു ക്രിസ്തുവും 6 മാസം പ്രായവ്യത്യാസമുള്ള 2 പേർ. യഹൂദ സമൂഹത്തിൽ വലിയ പ്രതീക്ഷയായി വളർന്നു വരുന്ന 2 വ്യക്തികളാണ് യേശുവും യോഹന്നാനും. യേശുവിനെ അറിയുന്നത് മറിയാമിൻ്റെ പുത്രനെന്നാണ്. എന്നാൽ യോഹന്നാൻ സക്കറിയ പുരോഹിതന്റെയും ഏലിശുബായുടെയും മകനാണ്. യഹൂദന്മാർ മശിഹായെക്കുറിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്നു. അവരെ സംബന്ധിച്ച് സക്കറിയ പുരോഹിതന്റെ മകൻ യോഹന്നാൻ മശിഹ ആണെന്ന് പറയുന്നതാണ് യേശു മശിഹ ആണെന്ന് പറയുന്നതിനേക്കാളും അവർക്ക് താല്പര്യം. അതുകൊണ്ട് യഹൂദന്മാർ, ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദ മത നേതൃത്വവും ഒക്കെ ആവർത്തിച്ച് യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, നീ ക്രിസ്തു അല്ലേ? എന്നാൽ യോഹന്നാന്റെ മറുപടി, അവിടെയാണ് യോഹന്നാന്റെ ശ്രേഷ്ഠത. അദ്ദേഹം മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല. ഇതാണ് യോഹന്നാന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. എന്താ സഹോദരങ്ങളെ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത്? യോഹന്നാന് സ്വന്തം പരിമിതിയെക്കുറിച്ച് ബോധമുണ്ട്. യോഹന്നാന് സ്വന്തം പരിമിതിയെക്കുറിച്ച് ബോധമുണ്ട്. നീതിസൂര്യനല്ല താനെന്നും, എന്നാൽ നീതിസൂര്യന് മുൻപുള്ള ഉദയനക്ഷത്രമാണ് എന്നും തനിക്കറിയാം. യോഹന്നാൻ വഴിയല്ല, വഴി ഒരുക്കുന്നവനാണ്. ഈ ബോധം മറ്റാരേക്കായാലും യോഹന്നാൻ അറിയാം. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒന്ന് ചിന്തിച്ചേ. 1 അച്ഛൻ്റെ മകൻ, 2 തച്ചൻ്റെ മകൻ. അച്ഛൻ്റെ മകൻ പുരോഹിതനായ സക്കറിയാവിൻ്റെ മകൻ. എല്ലാവരും പ്രകീർത്തിക്കുന്നവൻ, ഉയർന്നു വരുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതേസമയം തച്ചൻ്റെ മകനെ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അച്ഛൻ്റെ മകൻ്റെ മഹത്വം, അതാണ് യോഹന്നാൻ മബ്ദാനായുടെ മഹത്വം. അദ്ദേഹം പറഞ്ഞു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അവിടെയാണ് സ്വന്തം പരിമിതിയെക്കുറിച്ച് അച്ഛൻ്റെ മകന് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണ് തച്ചൻ്റെ മകൻ എന്നറിയപ്പെട്ടിരുന്ന, അതേസമയം നന്നേ ചെറുപ്പത്തിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവപുത്രനെ തിരിച്ചറിഞ്ഞ യോഹന്നാൻ സ്നാപകൻ ദൈവപുത്രനു വേണ്ടി നിലകൊണ്ടു. രക്ഷകനെ തിരിച്ചറിഞ്ഞു. രക്ഷയുടെ തിരിച്ചറിവിലേക്ക് പരിശുദ്ധ സഭയെ, വിജാതീയ പുത്രിയെ അലങ്കരിച്ചൊരുക്കി നിർത്തുവാൻ യോഹന്നാൻ കടന്നു വരുന്നു. അതുകൊണ്ട് പിതാക്കന്മാർ യോഹന്നാനെ കുറിച്ച് പറയുന്ന മറ്റൊരു മനോഹര വിശേഷണം, വിശുദ്ധ കൂദാശകളെ തൊട്ടറിഞ്ഞ പുരോഹിതനാണ് യോഹന്നാൻ മബ്ദാന. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്ന നമുക്ക് യേശു ക്രിസ്തു ഏക രക്ഷകനാണ്. യേശു ക്രിസ്തുവാണ് സത്യം. യേശു ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് തൊട്ടറിയുവാൻ നമുക്ക് സാധിക്കുമോ? 6 മാസം പ്രായമുള്ളപ്പോൾ മുതൽ ആ അനുഭവത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠ പ്രതിനിധിയാണ് യോഹന്നാൻ മബ്ദാന. നമുക്കറിയാം, ഇന്നത്തെ പ്രഭാത സദറായിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഇറക്കത്തെ കാണുകയും ഉയരത്തിൽ നിന്നുള്ള പിതാവിൻ്റെ അരുളപ്പാടിനെ കേൾക്കുകയും ലോകരക്ഷകന്റെ ശിരസിൽ വലത് കൈവയ്ക്കുകയും ചെയ്തവൻ. അതാണ് പുരോഹിതൻ. സഹോദരങ്ങളെ, പരിശുദ്ധ രഹസ്യങ്ങളുടെ മേൽ കൈ ആവസിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഇറക്കത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ, ഉയരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് സ്വീകരിച്ച് ജനത്തെ പ്രബോധിപ്പിക്കുന്ന പുരോഹിതൻ, കൈകളിൽ
തിരുശരീര രക്തങ്ങളെടുത്ത് യഥാർത്ഥത്തിൽ ജീവന്റെ അപ്പത്തെ സ്പർശിക്കുന്ന, രക്ഷയുടെ കാസ അനുഭവിക്കുന്ന പുരോഹിതൻ, ആ പൗരോഹിത്യം വിശുദ്ധ രഹസ്യങ്ങളെ തൊട്ടറിഞ്ഞ ശുശ്രൂഷയുടെ ഏറ്റവും മനോഹര തലമാണ് എന്നുള്ള തിരിച്ചറിവ് യോഹന്നാൻ മബ്ദാനയുടെ ജനനത്തിൻ്റെ ഈ ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. യഥാർത്ഥത്തിൽ യോർദാൻ നദിയിൽ വെച്ച് പരിശുദ്ധ തൃത്വം ചരിത്രത്തിന് വെളിപ്പെടുന്നത് യോഹന്നാൻ മബ്ദാന മുഖാന്തരമാണ്. യോഹന്നാൻ മബ്ദാന തൊട്ടറിഞ്ഞു. എങ്ങനെ തൊട്ടറിഞ്ഞു? തൻ്റെ കൈ ദൈവപുത്രന്റെ ശിരസിൽ വെച്ചു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന പിതാവിൻ്റെ മഹത്തരമായ ശബ്ദം യോഹന്നാൻ കേട്ടു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് പരിശുദ്ധ രഹസ്യങ്ങളെ തൊട്ടറിഞ്ഞ പുരോഹിതൻ. യഥാർത്ഥത്തിൽ കാസായിലേക്ക് വെള്ളവും വീഞ്ഞും ഒഴിക്കുമ്പോൾ ചൊല്ലുന്ന അതേ പ്രാർത്ഥന ശബ്ദം തന്നെയാണ് യോഹന്നാൻ ചൂടുവെള്ളവും പച്ചവെള്ളവും ഒരുമിച്ച് ചേർന്ന ഇളം ചൂടുള്ള യോർദാൻ നദിയെ ഒരുക്കുന്നു. ആർക്കു വേണ്ടി? ദൈവപുത്രന്റെ മാമോദീസായിക്ക് വേണ്ടി. എന്തിനാണ് ദൈവപുത്രന്റെ മാമോദീസായിക്ക് വേണ്ടി യഥാർത്ഥത്തിൽ യോഹന്നാൻ യോർദാൻ നദിയെ പരുവപ്പെടുത്തി ദൈവപുത്രനെ മാമോദീസ മുക്കിയത്? മാമോദീസായുടെ ഉദരം തുറക്കുന്നതിന് വേണ്ടി, ദൈവമക്കളെ മാമോദീസായുടെ ഉദരത്തിലൂടെ ജനിപ്പിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത് ഈ യോഹന്നാൻ വിശുദ്ധ രഹസ്യങ്ങളെ തൊട്ടറിഞ്ഞ വിശുദ്ധ പുരോഹിതനും കൗദാശിക രഹസ്യങ്ങളുടെ മറ നീക്കി രക്ഷയുടെ സോപാനത്തിലേക്ക് ജനത്തെ വിളിച്ച് അടുപ്പിച്ചവനുമാണ്. സഹോദരങ്ങളെ, ഇത് യോഹന്നാന്റെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത. ഏകരക്ഷകനായ ക്രിസ്തുവെങ്കിലേക്ക് ലോകത്തെ നയിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ദിവസമാണ്. യോഹന്നാനെ കുറിച്ചുള്ള മനോഹരമായ മറ്റൊരു വിശദീകരണം സന്യാസത്തിൻ്റെ താലന്ത്. വ്യാപാരം ചെയ്ത കാറ്റിനാൽ ഉലയാത്ത യഥാർത്ഥ സന്യാസിയായിരുന്നു യോഹന്നാൻ. അതുകൊണ്ടാണ് ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗം അവസാനിക്കുന്നത് പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു എന്ന് ഇന്നത്തെ വിവർത്തനത്തിലുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പെഷീത്ത വേദ പുസ്തകത്തിൻ്റെ വിവർത്തനത്തിൽ റൂഹായാൽ ബലപ്പെട്ടു. പൈതൽ വളർന്നു, റൂഹായാൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ വനത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, വന്യമൃഗങ്ങളാകുന്ന ദുഷ്ടപ്രേരണകൾ, പ്രലോഭനങ്ങൾ, അതിനോട് സമരസപ്പെടാതെ അതിനെ അതിജീവിച്ച് താപസശ്രേഷ്ഠനും യോഗാത്മക ജ്ഞാനത്തെ ഉൾക്കൊണ്ടവനുമാണ് യോഹന്നാൻ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എല്ലാ സന്യാസിമാരുടെയും വൈരാഗ്യമുള്ള, തിന്മയുടെ വൈരാഗ്യമല്ല, ആധ്യാത്മിക തീഷ്ണതയുടെ വൈരാഗ്യമുള്ള ശരിയായ താപസത്തിൻ്റെ മാതൃകയാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ മബ്ദാന. സന്യാസം അത് യഥാർത്ഥത്തിൽ ഒരു താലന്താണ്. അവിവാഹിതനായതുകൊണ്ട് സന്യാസിയാകത്തില്ല. അവിവാഹിതനായാൽ സന്യാസിയാകുമെന്ന മിഥ്യാധാരണ നമ്മുടെ ആത്മീയതയെ ഇന്ന് വല്ലാതെ ഭ്രമിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ യോഹന്നാൻ സ്നാപകൻ താൻ സന്യാസത്തെ ശരിയായ താലന്തായി ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിച്ചു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും സത്യത്തിൻ്റെ മുന്നോടിയായി തീരുവാനും ഹേരോദ രാജാവിൻ്റെ മുമ്പിൽ പോലും ശിരസറ്റുപോകുന്ന നിമിഷത്തിലും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന യഥാർത്ഥ യോഗി വര്യനായി യോഹന്നാൻ മബ്ദാന ജീവിക്കുന്നത്, ഇന്നും ജീവിക്കുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ മബ്ദാന രക്ഷകനെ തിരിച്ചറിഞ്ഞു. രക്ഷയുടെ തിരിച്ചറിവിലേക്ക് വിജാതീയപുത്രിയായ പരിശുദ്ധ സഭയെ നയിച്ചു. പിതാക്കന്മാർ പറയുന്നു, ഏകജാതന്റെ വധുവായ തിരുസഭയ്ക്ക് വിവാഹ നിശ്ചകനും തോഴനുമായി യോഹന്നാൻ നിലകൊണ്ടു. സഹോദരങ്ങളെ, യോഹന്നാൻ മബ്ദാനയുടെ ജനനത്തിൻ്റെ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികതയുടെ, സത്യത്തിൻ്റെ, അതുപോലെ തന്നെ മാനസാന്തരത്തിൻ്റെ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പല രക്ഷകരിൽ ഒരുവനാണ് യേശു ക്രിസ്തു എന്നല്ലേ യോഹന്നാൻ പറഞ്ഞത്? യോഹന്നാൻ പറഞ്ഞത്
ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു ക്രിസ്തു ഏകരക്ഷകനാകുന്നു, യേശു ക്രിസ്തു നമ്മുടെ കർത്താവും ദൈവവുമാകുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് സഭയെ നയിച്ച മാർഗദർശിയും മുന്നോടിയും സത്യത്തിൻ്റെ പ്രസംഗകനും നീതിയുടെ വക്താവും യോഹന്നാൻ മബ്ദാനായാണ്. വിശുദ്ധ രഹസ്യങ്ങളെ തൊട്ടറിഞ്ഞ പുരോഹിതനാണ്. സന്യാസത്തിൻ്റെ ശ്രേഷ്ഠ മാതൃകയാണ്. യഥാർത്ഥ ആധ്യാത്മികതയുടെ പ്രതിനിധി. ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ മബ്ദാനായുടെ ജനന പെരുന്നാളിൻ്റെ ദിവസം സഹോദരങ്ങളെ, ഉത്തമ കുടുംബജീവിതം, ഉത്തമ വ്യക്തിത്വത്തിൻ്റെ ആരംഭം, ദൈവത്തിനു വേണ്ടി സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനുള്ള ധാർമ്മിക ബോധം, ഇതൊക്കെ നമുക്ക് ലഭിക്കട്ടെ. കർത്താവെ, അവിടുന്ന് ഏകരക്ഷകനും വഴിയും സത്യവുമാകുന്നു എന്ന തിരിച്ചറിവ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. ദൈവസന്നിധിയിൽ ധാർമ്മികതയോടെ നിലകൊള്ളുവാൻ യോഹന്നാൻ സ്നാപകനെ പോലെ ഞങ്ങൾക്കും ശക്തി നൽകണമേ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, അതാണ് യോഹന്നാൻ്റെ ആഹ്വാനം. ആ ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് യോഗ്യരാക്കണമേ. ഈ കൃപ യോഹന്നാൻ സ്നാപകൻ്റെ മധ്യസ്ഥതയിലൂടെ സർവശക്തനായ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.